ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം വൈകുന്നതുകൊണ്ട് കൂടുതൽ പ്രതികൾക്ക് ജാമ്യത്തിന് വഴിയൊരുങ്ങുന്നു. പ്രതികളിൽ ഒരാളായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഇന്ന് സ്വാഭാവിക ജാമ്യത്തിനായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. അതേസമയം VSSCയുടെ വിശദ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് SIT കോടതിയുടെ അനുമതി തേടുമെന്നും അറിയുന്നു. ഷബീർ റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് SITയിൽ നിന്ന്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നടൻ ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. SIT മാത്രവുമല്ല, അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള ദിശ തെറ്റിയുള്ള ഒരു പോക്കൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് SIT നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ SITയിൽ നിന്നടക്കം പുറത്തു വരുന്നൊരു വിവരം, നടൻ ജയറാമിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ പണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നതാണ്. SITയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അവർ പോയതാണ്. അങ്ങനെയാണ് ഈ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നടൻ ജയറാമിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതോടുകൂടി SIT വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ജയറാം ദേവസ്വം വിജിലൻസ് അടക്കം ജയറാമിൽ നിന്ന് നേരത്തെ ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വിവരം തേടിയിരുന്നു. അതായത് ഈ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ഈ പണിയൊക്കെ പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലേക്ക് എത്തിച്ച് പൂജിച്ചിരുന്നു. മാത്രവുമല്ല, സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന ഈ കട്ടിളപ്പാളികളുടെ പൂജാ ചടങ്ങിലും ജയറാം പങ്കെടുത്തിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസും പിന്നാലെ SITക്കും വിവരമായി ലഭിച്ചതാണ്. ഇക്കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത തേടുകയാണ് SIT ലക്ഷ്യം വെച്ച കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ജയറാം പറഞ്ഞ മറുപടികളുടെ വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ജയറാം പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പൂജിച്ചത്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ ഒരു ഭക്തർ എന്ന രീതിയിൽ താൻ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ചോ തനിക്കറിയില്ല. ഈ ശബരിമലയിലെ ഒരാളെന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പരിചയമില്ല എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അത് ജയറാം SITക്ക് മുൻപിൽ നൽകി എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഉന്നതരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം അത് തുടരുകയാണെന്നുള്ള വാർത്ത നമ്മൾ കൊടുത്തതാണ്. അതിൽ PS പ്രശാന്ത് അടക്കമുള്ളവരെ രണ്ടാമതും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന പേരുകളിൽ എല്ലാവരെയും പൂർണ്ണമായും എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കം SIT ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. SITയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി അത് പുറത്തേക്ക് വരുന്നതടക്കം വലിയ തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രതികളിൽ ഒരാളായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അറസ്റ്റിലായിട്ട് 90 ദിവസം തികയുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. ഈ പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തൽ. നമുക്കറിയാം, നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ സുധീഷ് കുമാർ വരികയാണ്. കഴിഞ്ഞ ദിവസവും ഒരാൾക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITക്ക് മേൽ സമ്മർദ്ദം കൂടുമ്പോൾ ഉന്നതരെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം അതാണ് SIT ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നടനായിട്ടുള്ള ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തി ഇന്നലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയത്. ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ ജയറാം പൂർണ്ണമായി വിശ്വസിച്ചു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ ശബരിമലയിലെ ഭക്തിയുടെ ഭാഗമാണ്. ശബരിമലയിലെ ഭക്തർ എന്ന നിലയിൽ പലതരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ ജയറാമിനെ പോലെ ഒരു നടനെ സമീപിച്ചേക്കാം. അങ്ങനെയായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമീപിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ SITയെ സംബന്ധിച്ച് SIT ഏറ്റവും പ്രധാനമായും സംശയിക്കുന്ന ഒരു കാര്യം, അതായത് ഈ ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം ഈ രണ്ടു കാര്യങ്ങളും കട്ടിളപ്പാളിയും അതേപോലെ തന്നെ ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികളും കൊണ്ടുപോയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ സമീപിച്ചതാണോ അതോ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് SIT ഇപ്പോൾ വ്യക്തത തേടാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ
ഇക്കാര്യത്തിൽ ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു എന്നുള്ള കാര്യം ജയറാം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് തന്നെയാണ് അദ്ദേഹം SITക്ക് മുൻപിലും ആവർത്തിച്ചത്. ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തികൾക്ക് വന്നതിന് ശേഷം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്റെ വീട്ടിൽ കൂടി ഒന്ന് കയറൂ, അതൊരു ഭക്തിയുടെ ഭാഗമാണ്, ഐശ്വര്യത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണെന്ന് ജയറാം പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്ക് ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിച്ചു എന്നുള്ളതാണ്. അത് പൂജാകർമ്മങ്ങൾ മാത്രമാണ് നടന്നതെന്നാണ് ജയറാം എന്ന് പറഞ്ഞത്. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന കട്ടിളപ്പാളിയിലെ ഇതുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ അതും അവിടെ വെച്ച് പൂജിച്ചു എന്നുള്ളതാണ് അന്ന് ജയറാം പറഞ്ഞിരുന്ന കാര്യം. ആ പൂജാ ചടങ്ങിലും ഇവരുടെ അഭ്യർത്ഥന പ്രകാരം പങ്കെടുത്തു. അങ്ങനെ രണ്ട് കാര്യങ്ങളിലും പങ്കെടുത്തു. അതിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ തിരികെ അതേ രീതിയിൽ സന്നിധാനത്ത് തന്നെ മടക്കി എത്തിക്കുന്നതായിരുന്നു വേണ്ടത്. പക്ഷേ അതുണ്ടായിട്ടില്ല. അതിലടക്കം ജയറാമിന് ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും SIT ചോദിച്ചറിഞ്ഞത്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ജയറാമിന്റെ അടുപ്പം എത്ര കാലം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അടുപ്പം എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് SIT വിവരം തേടിയത്. അക്കാര്യങ്ങളൊക്കെ ജയറാം പറഞ്ഞത് ശബരിമലയിലെ ഒരു ഭക്തർ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിലെ ആളെന്ന രീതിയിൽ ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചതും അടുത്തതും. ഈ ശബരിമലയുടെ കാര്യമായി തന്നെയാണ് തന്നെ സമീപിച്ചതും. മാത്രവുമല്ല, ശബരിമലയിലെ തന്നെ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കട്ടിളപ്പാടികൾ തിരിച്ച് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഘോഷയാത്രയെ കൊണ്ടുപോയപ്പോഴൊക്കെ ജയറാം ചില പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതൊക്കെ ശബരിമലയിലെ വിശ്വാസി എന്ന രീതിയിലാണ് താൻ അവിടേക്കൊക്കെ പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജയറാം SITയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം SIT നടത്തുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറ്റപത്രം എത്രയും വേഗം SIT സമർപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തൊണ്ടിമുതൽ കണ്ടെത്താൻ അതല്ലെങ്കിൽ കൃത്യമായി ഇതിന്റെ ഒരു വഴി എങ്ങനെയെന്ന് കണ്ടെത്താൻ SIT പലതരത്തിലുള്ള നീക്കം നടത്തുന്നു. ഓക്കെ, ഷഫീദ്, ഇതിനെക്കുറിച്ച് ജയറാമിന്റെ പ്രതികരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? കാര്യം ഇന്നലെ എപ്പോഴാണ് ഇവരെ ജയറാമിനെ ചോദ്യം ചെയ്ത് എപ്പോഴാണത് അവസാനിച്ചത്? ഇന്നലെ രാത്രിയോടുകൂടി, ഇന്നലെ വൈകിട്ടോടുകൂടി SIT സംഘം ചെന്നൈയിലേക്ക് എത്തി അവിടെ വെച്ച് ചോദ്യം ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ജയറാമിനെ രാവിലെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ നമുക്കത് അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. SITയെ സംബന്ധിച്ച് നമ്മൾ SITയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു നീക്കം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വിഷയത്തിൽ എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുക, എല്ലാവരെയും ചോദ്യം ചെയ്യുക, അക്കാര്യം കോടതിയെ അറിയിക്കുക എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നീക്കം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് SIT ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ SIT തയ്യാറാക്കിയിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുള്ള, അടുപ്പമുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ CDRൽ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള ആൾക്കാർ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്നും, മൊബൈൽ ഫോണുകൾ പരിശോധിച്ച CDRൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.